ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിൽ കൂടെ ഒരു സിനിമയെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്കോയെ പറ്റിയാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഇത്രയും മലയാള മൂവീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ സിനിമ മലത്തി അടിച്ച ഒരു സിനിമ മാർക്കോ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇനിയും സംസാരിക്കും. ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ ഇട്ട ഒരു പോസ്റ്റ് ഇതായിരുന്നു ഗൈസ്. ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു പോസ്റ്റ്: പ്ലീസ് ഡോണ്ട് വാച്ച് പൈറേറ്റഡ് മൂവീസ്, വി ആർ ഹെൽപ്ലെസ്. I am feeling helpless. Only you can stop this by not watching or downloading films online. It's a request. So fully helpless ആണ്. വേറൊന്നുമല്ല, മാർക്കോന്റെ പൈറേറ്റഡ് സാധനം ഇറങ്ങിയിട്ടുണ്ട്. മാർക്കോന്റെ മാത്രമല്ല, ബാറോസിന്റെ ഇറങ്ങിയിട്ടുണ്ട്, ഇഡിയുടെ ഇറങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ അറിവിൽ ഇത് മൂന്നെണ്ണമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇറങ്ങിയേക്കുന്നത് ഒരു തിയേറ്റർ പ്രിന്റ് അല്ല. ആ ഇറങ്ങിയേക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ക്വാളിറ്റി. ലുക്ക്, ഇത് അവന്മാർ ക്യാമറ വെച്ച് പിടിച്ചാണോന്ന് അറിയത്തില്ല, നല്ല ഒന്നാം തരം ക്വാളിറ്റി, സീരിയസ്ലി. ബട്ട് സൗണ്ട് തിയേറ്ററിൽ നിന്ന് ക്യാപ്ചർ ചെയ്തേക്കുന്ന പോലുള്ള ഒരു സൗണ്ട് ആണ്. ബട്ട് ആ ഒരു ഇറങ്ങിയേക്കുന്ന പ്രിന്റിന്റെ ക്വാളിറ്റി നോ ഐഡിയ. അത് ക്യാമറ വെച്ച് പിടിച്ചതാണോ അല്ലാതെ പണ്ട് പ്രേമം ഇറങ്ങിയതിന്റെ കൂട്ട് ലീക്ക് ആയതാണോ ഒന്നും അറിയില്ല. ഇവിടുത്തെ താഴെ മറ്റേ പുകവലി പാടില്ല എന്ന് ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നത്. സോ അന്നേരം ഇത് കേരളത്തിന് പുറത്ത് എവിടെയോ ഇറങ്ങിയ സാധനം ഇവര് ഷൂട്ട് ചെയ്തതാണ്, അതോ ഇനി പ്രിന്റ് ലീക്ക് ആക്കിയതാണോന്ന് അറിയത്തില്ല. ഇത് സ്റ്റിൽ ഒരു സൈറ്റിൽ കിടപ്പുണ്ട്. ഞാൻ ആ സൈറ്റിന്റെ പേരൊന്നും പറയത്തില്ല, കാര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാണോട് അവിടെ പോയിട്ട് കാണും. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ സൈറ്റ് പേര് പറയാൻ പോകുന്നില്ല. മാർക്കോ മാത്രമല്ല, ഇനി ബറോസിന്റെ കാണിച്ചു തരാം. ബറോസിന്റെ ഇതാണ്. ഇത് തമിഴ് സബ് ടൈറ്റിലാണ്. അന്നേരം തമിഴ്നാട്ടിൽ എവിടെയോ ഇറക്കിയതിന്റെ ഇതാണ്. ഇത് 3D മൂവിയുടെ 3D മൂവി. ഇത് എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് ഒറിജിനൽ കോപ്പി ഇത് റിലീസായതാണോ മനസ്സിലാവുന്നില്ല. സോ ഇതും ആ ഒരു സെയിം സൈറ്റിൽ കിടക്കുവാണ്. ജസ്റ്റ് ആ സൈറ്റ് അറിയാവുന്നവർക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ കാണാം. അത്രയും മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇഡി സുരാജ് വെഞ്ഞാറമൂട്, അതിന്റെയും ഇറങ്ങിയിട്ടുണ്ട്. നല്ല ക്ലിയർ പ്രിന്റ്, നല്ല പക്ക ക്ലിയർ, നല്ല ഒന്നാന്തരം സൗണ്ട് ഉള്ള സാധനം. സോ ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് ലീക്ക് ആവുന്നതാണോ എന്ന് എനിക്ക് നോ ഐഡിയ. കാര്യം ഇത്രയും ക്ലാരിറ്റി ഉള്ള പ്രിന്റ് എങ്ങനെ തിയേറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു ക്യാമറ വെച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടാനാ? നോ ഐഡിയ. സോ സിനിമയിലെ ശത്രുക്കൾ സിനിമയ്ക്ക് അകത്ത് തന്നെയാണ്, ഇത് 100% ഉറപ്പാണ്. കാരണം ഉണ്ണിമൂന്നിന്റെ ആ ഒരു പോസ്റ്റ്, പുള്ളി ഹെൽപ്ലെസ് ആണ്. അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. കാര്യം തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം, അവര് എത്ര കാലം സിനിമാക്കാരെ വെള്ളം കുടിപ്പിച്ചവരാണെന്ന് അറിയില്ല. അവർ കൃത്യമായി ഒരു സമയം പറയും, ഈ സമയത്ത് നിന്റെയൊക്കെ സിനിമ റിലീസായി ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ അത് ലീക്ക് ആക്കിയിരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് തമിഴ് റോക്കേഴ്സ് പോലുള്ള ടീംസ് ലീക്ക് ആക്കിയിട്ടുള്ളത്. സോ അതൊക്കെ തിയേറ്റർ പ്രിന്റ് ആണെന്നെങ്കിലും പറയാം. ഇത് എന്താ പറയാ, ഇത് കാണാടെ ലിറ്ററലി നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന് കാണാൻ പറ്റുന്ന സാധനമാണ്. അത് തിയേറ്റർ പ്രിന്റ് ആണെന്നെങ്കിലും പറയും. ഇത് നല്ല കിടിലം ക്വാളിറ്റി ഉള്ള സാധനം. ആൾക്കാർ ഇങ്ങനത്തേക്ക് പ്രിന്റ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 100-200 രൂപ എടുത്ത് തിയേറ്ററിൽ പോയിരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ ഇരുന്ന് കാണും, ഉറപ്പായിട്ടും കാണും. സോ ഇതൊക്കെ എങ്ങനെ ലീക്ക് ആവുന്നു എന്ന് കണ്ടുപിടിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, ഇവിടുത്തെ ഗവൺമെന്റിനാണ്. സിനിമയുടെ പല ഒറിജിനൽ പ്രിന്റും OTTയിൽ ഇറങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള സൈറ്റുകളിൽ എത്തുന്നുണ്ടെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെയാണ്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പണ്ട് പ്രേമം ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പ്രേമം അന്യായ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ് പ്രേമം. ഞാൻ വളരെ അപൂർവമായിട്ട് 2 വട്ടമൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. പ്രേമത്തിന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെയും അത് കാണാൻ തോന്നും. ആ തരത്തിലുള്ള ഒരു മാജിക് ഉള്ള ഒരു മൂവിയായിരുന്നു അത്. അന്യായ രീതിയിൽ കളക്ഷൻ വേദിച്ച് മുന്നോട്ട് പൊക്കൊണ്ടിരുന്ന സമയത്താണ് ഇതിന്റെ സെൻസേർഡ് കോപ്പി ഇറങ്ങുന്നത്. ഒരു പക്ഷേ അന്ന് ആ സെൻസേർഡ് കോപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അന്ന് ലീക്ക് ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ 100 കോടി അടിക്കുന്ന സിനിമയായിട്ട് അത് മാറിയേനെ. ഇന്ന് താണ്ട മാർക്കോയും 100 കോടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കോൺഫിഡൻസ് ആണ് അത്. സീരിയസ്ലി അവരുടെ കോൺഫിഡൻസ് ആണ്. അവരുടെ പോസ്റ്ററാണ് മാർക്കോയുടെ 100 crore ലോഡിങ് എന്ന് പറഞ്ഞ് അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇറക്കിയ സിനിമയാണ്. സോ അന്നേരം ഇത്തരത്തിലുള്ള കോൺഫിഡൻസ് തകർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ പറയുന്ന ചെറ്റകള്, നാറി പുഴുക്കുത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയെ തകർക്കുന്ന, അല്ലെങ്കിൽ ഈ ഹോൾ ഇൻഡസ്ട്രിയെ തകർക്കുന്ന പരിപാടിയാണ്. സോ മാർക്കോയുടെ കളക്ഷൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലാസ്റ്റ് 13ാമത്തെ ദിവസം വരെ 3.4 CR കേരളത്തിൽ നിന്ന് മാത്രം എന്തോ കളക്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ 100 കോടി ക്ലബിലോട്ട് മാർക്കോ എന്തായാലും വരും. സോ ഇത് മാർക്കോ ഹിന്ദി കളക്ഷൻ ആണ്. ഫസ്റ്റ് വീക്കിൽ 30 ലക്ഷം കിട്ടിയതാണ്. 30 ലക്ഷം എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് വീക്ക് കിട്ടിയത്. ഫസ്റ്റ് വീക്കിൽ എന്തോ 5 ലക്ഷം, 8ാമത്തെ ദിവസം 25 ലക്ഷം കിട്ടുന്നത്. അങ്ങനെ 30 ലക്ഷമാണ് ആ ഒരു 8 ദിവസം കൊണ്ട് കിട്ടുന്നത്. അത് മാർക്കം തെറ്റുപറ്റിയത് കണ്ടാണ്. ലാസ്റ്റ് 13th ഡേ നോക്കുവാണെങ്കിൽ 1.20 കോടി രൂപയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഹിന്ദിന്ന് മാത്രം 4.14 crore കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഹുബലിക്ക് ശേഷം തെന്നിന്ത്യയിൽ നിന്ന് ആ നേട്ടം സ്വന്തമാക്കി മാർക്കോ. 100ഓളം സ്ക്രീനുകളിൽ കൊറിയയിൽ റിലീസ്. സോ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു പടത്തിന് അതിന്റെ പൈറേറ്റഡ് സാധനം ഇറങ്ങുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ഉള്ള പൈറേറ്റഡ് മൂവി ഇറങ്ങാന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ഇല്ലാതാകുന്നതിന് തുല്യമാണ്. ഒന്നെങ്കിൽ ജനങ്ങൾ വിചാരിക്കണം പൈറേറ്റഡ് സാധനം ഞങ്ങൾ കാണത്തില്ല എന്ന്. അങ്ങനെ എത്ര പേര് ചിന്തിക്കുമെന്ന് നോ ഐഡിയ. 100 രൂപ ചെലവാക്കാതെ ഓസിന് സിനിമ കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കാണും. അതാണ് നമ്മൾ. അപ്പൊ പിന്നെ എത്ര കൈകൂപ്പി കാണരുത് എന്ന് പറഞ്ഞാലും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കാണാതിരിക്കത്തുള്ളൂ. ഇപ്പൊ മാർക്കോ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, തിയേറ്ററിൽ പോയി കാണാൻ വയ്യ, OTT വന്നിട്ട് കാണാൻ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ടീംസിന്റെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ കാണത്തില്ലേ? ഇവിടെ നിങ്ങൾ പറ. ഹിന്ദി മൂവി ആയിട്ടുള്ള ബേബി ജോൺ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. 100 കോടിയാണ് പ്രൊഡ്യൂസറിന് നഷ്ടം. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഹിന്ദി സിനിമയെ മലത്തി അടിച്ച് ഒരു മലയാളം പടം ഹിന്ദി ലാംഗ്വേജിൽ നിറഞ്ഞോടുന്നത്. തെലുങ്കിലും സാധനം ഹിറ്റാണ്. ഈ മാർക്കോ ഇത്രയും വലിയ വിജയമായ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇതായിരിക്കും മലയാളത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് കളക്ഷൻ കിട്ടാൻ പോകുന്ന മൂവി. ലൂസിഫർ ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരു കളക്ഷൻ റെക്കോർഡ് ഇത് ഫേദിക്കുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചൊരു വ്യക്തിയാണ്. ബട്ട് എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട്, ഈ സിനിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അത് 100 തന്നെ ചിലപ്പോൾ കഷ്ടിച്ചായിരിക്കും ക്രോസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഈ ഒരു പ്രിന്റ് ഒരൊറ്റ ഒരെണ്ണം മതി. ബാക്കി എല്ലാ തിയേറ്ററിലും പോയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് സൗണ്ട് ഒന്ന് നല്ല ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്തെടുത്താൽ മതി. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്ത സൗണ്ട് കൊണ്ടുപോയി ഇതിനകത്തൊന്ന് സിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ലാംഗ്വേജിലും സാധനം ഇറക്കും. പൈറേറ്റഡ് സാധനം ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരൊറ്റ പ്രിന്റ് മതി, സൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. അങ്ങനെ ആയിരിക്കും ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഹിന്ദിയിൽ ഡബ് ചെയ്ത സാധനം മലയാളം തിയേറ്ററിൽ വെച്ച് എന്തോ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇറക്കിയേക്കുവാണ്. ഇത് ഇങ്ങനെ ഹിന്ദിയിൽ, തമിഴിൽ, തെലുങ്കിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇറക്കാം. ഇതാണ് അവസ്ഥ. എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കമന്റ് സെക്ഷനിൽ ചിലപ്പോൾ കമന്റ് വരാം, ബ്രോ ആ ലിങ്കും കൂടെ ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് എന്തോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി മാർക്കോടെ പ്രിന്റ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരുത്തനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അവനെ പൊക്കിയിട്ട് ഇപ്പൊ എന്താ കാര്യം? അതിനേക്കാളും കിട്ടുന്ന സാധനമാണ് ഇപ്പൊ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്കിനകത്ത് മനസ്സിലായ ഒരു കാര്യം, സിനിമാക്കാരുടെ ശത്രുക്കൾ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ജനങ്ങളോ ആരുമല്ല, സിനിമയ്ക്കകത്തുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ഓരോ സിനിമയെ നശിപ്പിക്കുന്നത്. സിനിമയ്ക്കകത്ത് തന്നെ ഉണ്ട് സിനിമ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത പുഴുക്കുത്തുകൾ. അവരെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ സംഘടനയൊക്കെ എവിടെ? ഈ പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ട് എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? ഓരോ തസ്തികയ്ക്കും ഓരോ സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആക്ടേഴ്സിനുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്, സിനിമ പ്രൊഡ്യൂസേഴ്സിനുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ നിയമം എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. സീരീസിൽ നല്ല വിഷമമുണ്ട്. ഈ ഒരു പടമൊക്കെ മലയാളികളെ ഭയങ്കര പ്രൗഡാക്കി മാറ്റിയ ഒരു പടമൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗതികേട് വരുമ്പോൾ, ഇതൊരു ഫ്രഷ് സബ്ജക്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു വയലന്റ് ഓറിയന്റ് മൂവി ആയിട്ടാണ് ബാക്കിയുള്ള ആളുകൾ പോലും, ബാക്കിയുള്ള അതർ ലാംഗ്വേജസിലുള്ള ആളുകൾ പോലും ഈ ഒരു സിനിമ ഇത്രയും അക്സെപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇനി മലയാളത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എത്ര ആക്ഷൻ പടം ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. അതിന് ഈ തരത്തിലുള്ള ആക്ഷൻ മൂവീസ് ഇറക്കാൻ കാലിബർ ആയിട്ടുള്ള എത്ര ആക്ടേഴ്സ് മലയാളത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ആക്ഷന് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. നമ്മുടെ മലയാളത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ആളുകളും ഭയങ്കര സ്വാഭാവികമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അവിടെ ലാംഗ്വേജ് ഒരു ബാരിയർ തന്നെയാണ്. അവരുടെ സ്വന്തമായിട്ടുള്ള സൗണ്ടിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്നതാണ് നമ്മുടെ മലയാളം മൂവീസ്. അതാണ് നമ്മുടെ മലയാളം മൂവീസിന്റെ സോള്. അത് ചിലപ്പോൾ നമ്മുടെ മലയാളം അറിയാത്തൊരു വ്യക്തി കിട്ടത്തില്ല. പക്ഷെ ആക്ഷൻ മൂവീസ് അങ്ങനല്ല. ആക്ഷൻ ഈ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ആസ്വദിക്കാം. അതിന് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. അതാണ് സത്യത്തിൽ ഈ മാർക്കോ മൂവിയിൽ സംഭവിച്ചത്. ഇനി ഇതുപോലുള്ള എത്ര മൂവീസ് മലയാളത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് അറിയില്ല. സോ അങ്ങനൊരു മൂവി ഇറങ്ങിയ സമയത്ത് അതിന്റെ അവസ്ഥ ഇങ്ങനെയായി. പരിതാപകരം എന്നല്ലാതെ എന്ത് പറയാനാണ്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഈ പറയുന്ന പൈറേറ്റഡ് കോപ്പീസ് കാണാതിരിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. സോ എത്ര പേര് കേൾക്കുമെന്ന് നോ ഐഡിയ. നിങ്ങൾ ഞാൻ പറയുന്നതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, എനിക്ക്